ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 രൂപയുടെ ബൂസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിതിൽ ചൈനാഗ്രാസ്, ജലാറ്റിന്, കോൺഫ്ലോർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മൈദ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർത്തിട്ടും ചെയ്യാം. നെയ്യിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കോൺഫ്ലോറിന് പകരം മൈദയാണ്. ഞാൻ 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൈദയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. കാരണം മൈദ വെച്ച് ചെയ്യുമ്പോൾ 1-2 നെഗറ്റീവ്സ് വരാനുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് പറയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. നല്ല മൈദ വെന്തിട്ട് നല്ലൊരു മണം വരും, അത്രയും നേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഒഴിക്കുന്ന സമയത്ത് 1 കപ്പ് ഞാൻ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട് ആദ്യം. പക്ഷെ അങ്ങനെ ഒഴിക്കേണ്ട, അതിനേക്കാളും നല്ലത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം മൈദയാണ്, കോൺഫ്ലോർ അല്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും, നമുക്കത് ഇളക്കിയെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ചേർത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പാല് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ നല്ല പണിയാണ് കേട്ടോ. കോൺഫ്ലോർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എല്ലാ പുഡിങ് കോൺഫ്ലോറിലാണ് കൂടുതൽ ചെയ്യൽ. അതങ്ങനെ അങ്ങ് കട്ട പിടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ അതങ്ങ് ഇതായിട്ട് വരും, ലൂസായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും മൈദ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക. അത്യാവശ്യം നല്ല തിക്കായാൽ മാത്രമേ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈദ വെച്ചിട്ട് ചെയ്ത് കാണിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബൂസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ 5 രൂപയുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുപ്പിയിലുള്ള ബൂസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മാക്സിമം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബൂസ്റ്റ് വേഗം തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും, ചൂട് പാലിലല്ല ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് നല്ലോണം തിക്കാവണം, എന്നാൽ മാത്രമേ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതേ കണ്ടോ, നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1/2 ലിറ്റർ പാലിൽ 5 ടേബിൾ സ്പൂൺ മൈദ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്, നെയ്യാണ് കേട്ടോ ബ്രഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് പകരം വാനില കേക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചോക്ലേറ്റ് ആണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ മെഷർമെൻറ്റ് കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കേക്കിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കേക്ക് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ലെയറും കൂടെ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റെഡിയായി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ചോക്ലേറ്റ് കേക്കും ബൂസ്റ്റിൻ്റെ ആ ഒരു മിക്സും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ വളരെ കുറച്ച് മാത്രമേ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഇത് സെറ്റായി വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കിയുള്ള ആ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ടയൊന്നുമില്ലാതെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് കേക്ക് തന്നെ കുറച്ചൊന്ന് പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലോർ ഉള്ളവർ കോൺഫ്ലോർ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് എന്തായാലും അത് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു ആ മിക്സിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണ്, വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്ലേലിസ്റ്റിൽ കേക്ക്സിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.